Alhamdulillah Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkala alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa ashhadu an la ilaha illa Allah wahdahu la sharika lahu. Wa ashhadu anna Muhammadan abduhu wa rasuluhu. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل أمور محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളിൽ ആരെങ്കിലും രാവിലെ എഴുന്നേറ്റ് ഏതെങ്കിലും ഒരു താഴ്വാരയിലേക്ക് പോയി, ഒരു മലഞ്ചെരുവിലേക്ക് പോയി, അവിടെ നിന്ന് 2 ഒട്ടകവുമായി, അതും വളരെ വില പിടിച്ച ഒട്ടകങ്ങൾ, മുന്തിയ ഇനം 2 ഒട്ടകങ്ങളെയും കൊണ്ട് തിരിച്ചു പോകാൻ കഴിയുമെങ്കിൽ ഫീ ഗൈരി ഇസ്മിൻ വലാ ഖതിഅത്തി റഹം, ആ ഒട്ടകത്തെ നമ്മൾ കൊണ്ടുപോരുമ്പോൾ നമ്മളൊരു പാപം പോലും ചെയ്തിട്ടില്ല, ഒരു കുടുംബ ബന്ധവും മുറിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ആരുടെയെങ്കിലും മുതലല്ല നമ്മൾ എടുത്തു കൊണ്ടുവരുന്നത്, ആർക്കും നമ്മൾ എടുത്തു കൊണ്ടുവരുന്ന ആ 2 ഒട്ടകങ്ങളുടെ പേരിൽ ഒരു പരാതിയുമില്ല, സൃഷ്ടികൾക്ക് ആർക്കും പരാതിയില്ലാത്ത രൂപത്തിൽ, അതേസമയം അല്ലാഹു സുബ്ഹാനഹു തആലയോട് ഒരു തിന്മയും ചെയ്തിട്ടില്ലാത്ത രൂപത്തിൽ ഹലാലായ മാർഗത്തിൽ 2 ഒട്ടകങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ പുറത്തേക്ക് പോയി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളത് ചെയ്യുമോ, നിങ്ങൾക്കത് ഇഷ്ടമുണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാം. അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, കുല്ലുനാ നുഹിബ്ബു ദാലിക്, അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങനെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവോ? ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിശദീകരിച്ച് തരികയാണ്. അഫലാ യഗ്ദു അഹദുക്കും ഇലൽ മസ്ജിദ്, നിങ്ങളിൽ ഓരോരുത്തരും പള്ളിയിലേക്ക് പോകുന്നില്ലേ? രാവിലെ സുബഹിക്കും ളുഹറിനും ജുമാക്കും ഇങ്ങനെ പല വക്തുകളിലായിക്കൊണ്ട് പള്ളികളിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. ഫയതഅല്ലം ഔ ഫയഖ്റ ആയതീനി മിൻ കിതാബില്ലാ, പള്ളിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആ പള്ളിയിലിരുന്ന് 2 ആയത്ത് നിങ്ങൾ പഠിക്കാറുണ്ടോ? അല്ലെങ്കിൽ 2 ആയത്തുകൾ നിങ്ങൾ വായിക്കാറുണ്ടോ? അങ്ങനെ നിങ്ങൾ വായിച്ചാൽ, അങ്ങനെ നിങ്ങൾ പഠിച്ചാൽ, അത് 2 ആയത്താണെങ്കിൽ ഖൈറുൽ ലഹു മിൻ നാഖതൈൻ, 2 ഒട്ടകങ്ങളെ കിട്ടുന്നതിനേക്കാൾ അവന് ഉത്തമം അതാണ്. വസലാത്തും ഖൈറുൽ ലഹു മിൻ സലാസിൻ, ഇനി അവൻ 3 ആയത്ത് പഠിക്കുകയാണെങ്കിൽ 3 ഒട്ടകങ്ങളെ കിട്ടുന്നതിനേക്കാൾ അവന് ഉത്തമം അതാണ്. വഅർബഉ ഖൈറും മിൻ അർബഇൻ വമൻ അദാദുഹുന്ന മിനൽ ഇബിൽ, ഇനി 4 ആയത്ത് ഒരാൾ പഠിക്കുകയാണെങ്കിൽ, 4 ആയത്ത് ഒരാൾ ഓതുകയാണെങ്കിൽ 4 ഒട്ടകങ്ങൾ കിട്ടുന്നതിന് തുല്യമാണ്, അതിനേക്കാൾ ഖൈറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, പണ്ടത്തെ അറബികളുടെ ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞാൽ അറബികളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു വാഹനം മാത്രമല്ല, ഒരു ജീവിതോപാധി കൂടിയാണ്. പാല് അവർക്ക് വേണമെങ്കിൽ അത്, മാംസം വേണമെങ്കിൽ അത്
അപ്പോൾ ഒട്ടകത്തെ വളർത്തുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും വലിയ പണക്കാരനാണ്. അവൻ ഏറ്റവും വലിയ സമ്പാദ്യം ഉടമപ്പെടുത്തുന്ന ഒരു മനുഷ്യനാണ്. കാരണം അവന് വാഹനമുണ്ട്, അവന് ഭക്ഷണ സൗകര്യമുണ്ട്, അവന് പാനീയമുണ്ട്, മരുഭൂമിയിൽ എവിടേക്കും സഞ്ചരിക്കാനുള്ള പാത അവനുണ്ട് ഒരൊട്ടകം ഉണ്ടായാൽ. അത്രയും വിലപ്പെട്ട ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ അന്നത്തെ ഒട്ടകം എന്ന് പറഞ്ഞാൽ. അത് 2 എണ്ണം കിട്ടുന്നത് ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് 2 ഒട്ടകവുമായിട്ട് വീട്ടിലേക്ക് വരികയാണ്. ആരുമായിട്ട് കശപിശ ഉണ്ടായിട്ടില്ല, അള്ളാഹു ഹറാമാക്കിയൊരു മേഖലയിലും പോയിട്ടില്ല. അങ്ങനെ കിട്ടുന്ന ഹലാലായ 2 ഒട്ടകങ്ങൾക്ക് തുല്യമാണ് 2 ആയത്ത് നമ്മൾ പള്ളിയിൽ വന്നിരുന്ന് ഓതിക്കഴിഞ്ഞാൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാണ്. സഹോദരന്മാരെ, ഈ റമളാൻ്റെ മാസമായ ഖുർആൻ്റെ മാസമായ റമളാൻ, അത് നമ്മൾ ഖുർആന് വേണ്ടി മാറ്റിവെക്കേണ്ട മാസമാണ്. നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ മൊബൈലിലും അല്ലാത്ത രൂപത്തിലൊക്കെ നമ്മൾക്ക് ഖുർആൻ ഓതാനും അത് പഠിക്കാനുമുള്ള സാഹചര്യങ്ങൾ എമ്പാടുമുണ്ട് എന്ന് നമുക്കറിയാം. ഒരിക്കലും ഖുർആനുമായൊരു ബന്ധമുണ്ടാക്കാനോ ഖുർആൻ അധികമായി വായിക്കാനോ എനിക്ക് സാധിച്ചില്ല എന്ന് പറയുന്ന നഷ്ടക്കാരിൽ നമ്മൾ പെട്ടുപോകരുത്. നമ്മളുടെ ഈ അങ്ങാടിയിൽ ഒരു മനുഷ്യൻ പറയാണ്, നിങ്ങൾക്ക് 2 ബൈക്ക് നിങ്ങൾക്ക് എല്ലാ ദിവസവും കിട്ടും, ഒന്ന് പോയി ആ അങ്ങാടിയിൽ നിന്ന് ബൈക്ക് എടുത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും, നിങ്ങൾക്ക് ഒരു കാശും കൊടുക്കണ്ട, ആരുമായി കശപിശ നടത്തണ്ട, നിങ്ങൾ ഹലാലായ രൂപത്തിൽ നിങ്ങൾക്ക് 2 ബൈക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മളിൽ ആരാണത് കൊതിക്കാത്തത്? ആരാണത് വാങ്ങാത്തത്? ഇതേ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പള്ളിയിൽ പോയിരുന്ന് 2 ആയത്ത് നിങ്ങൾ ഓതിയാൽ ഇതിനേക്കാൾ വലിയ ഖൈറ് പരലോകത്ത് നമുക്ക് കിട്ടാനുണ്ട്. എങ്കിൽ സഹോദരന്മാരെ, ഖുർആനുമായി എഴുത്തിക്കാഫ് നടത്താൻ, ഖുർആനിൽ ഭജനമിരിക്കാനുള്ള മാസമാണ് യഥാർത്ഥത്തിൽ ഈ റമളാൻ മാസം എന്ന് പറഞ്ഞാൽ. കാന സുഹരി ദാ ദഹറ റമളാൻ, സുഹരി ഇമാം അദ്ദേഹം റമളാനായി കഴിഞ്ഞാൽ ഇങ്ങനെ പറയുമായിരുന്നു എന്നാണ്, ഇന്നമാ ഹുവ ഖിറാഅത്തുൽ ഖുർആൻ വ ഇത്ആമുത് തുആം. ഇത് ഖുർആൻ പാരായണത്തിൻ്റെ മാസമാണ്, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട മാസമാണ്. 2 കാര്യങ്ങളാണ് സലഫുകൾ വളരെ പ്രധാനപ്പെട്ട് റമളാൻ മാസത്തിൽ പരിഗണിച്ചിരുന്നത്. ഒന്ന്, ഖുർആൻ പഠിക്കുക, അത് പാരായണം ചെയ്യുക, അതിൽ എന്തൊക്കെ ഇബാദത്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക എന്നുള്ളത്. മറ്റൊന്ന്, മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക, നോമ്പ് തുറപ്പിക്കുക, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക, അങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ, ഇത് 2ഉം അവർ ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സുബൈദുൽ യാമി അദ്ദേഹം ഇദാ ഹളറ റമളാൻ അഹ്ളറൽ മസാഹിഫ് വജമഅ ഇലൈഹി അസ്ഹാബുഹു, സ്വഹാബികളിലും താബഈങ്ങളിലും പെട്ട ആളുകൾ റമളാൻ എത്തിക്കഴിഞ്ഞാൽ ഖുർആൻ തുറക്കുകയും അത് ആർക്കൊക്കെ ഓതിക്കൊടുക്കാനും പഠിപ്പിക്കാനും ഒക്കെ കഴിയുമോ അതിനെല്ലാമുള്ള ആളുകളെ തൻ്റെ അടുത്തേക്ക് വിളിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അന്നത്തെ ഖുർആൻ, റമളാനിലെ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് പാരായണം ചെയ്യൽ മാത്രമല്ല, അതിൻ്റെ ക്ലാസ്സുകൾ എടുക്കുക, അതിൻ്റെ ക്ലാസ്സുകളിൽ ഹാജരാവുക, ആ ക്ലാസ്സുകളിൽ എന്തെങ്കിലും ഒരു വിവരം പങ്കുവെക്കുക, ഇങ്ങനെയെല്ലാം പ്രതിഫലാർഹമായ കാര്യമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂലും സഹാബികളും താബഈങ്ങളും ഒക്കെ നമ്മളെ പഠിപ്പിച്ചു തരാണ്. അതുകൊണ്ട് റമളാനുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഇബാദത്താണ് ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഴുകുക എന്നുള്ളത്. അത് പാരായണമാകാം, കേവല പാരായണം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 20 പേജ് നമ്മൾ ഓതിയാൽ മതി. ഒരു ദിവസം 20 പേജ് ഓതിയാൽ നമുക്ക് ഖുർആൻ മുഴുവൻ ഓതാൻ ചിലപ്പോൾ സാധിച്ചേക്കും. അപ്പം അത്രയും ലളിതമായി നമുക്ക് പൂർത്തീകരിക്കാവുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അത് നമ്മളുടെ ഈ റമളാനിലെ ഒരു നമ്മളുടെ ആവേശമായിക്കൊണ്ട്, നമ്മുടെ ലക്ഷ്യമായിക്കൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ പാരായണം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഖുർആനുമായുള്ള ബന്ധമൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും, പാരായണമൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും. പക്ഷേ റമളാൻ ആകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു ഇബാദത്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഇബാദത്ത്. പക്ഷേ ആ ഇബാദത്ത് പലപ്പോഴും നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. ഭൂരിഭാഗം ആളുകളും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു ഇബാദത്തുണ്ട് ഖുർആൻ കൊണ്ട്. അത് കേവല പാരായണമല്ല. കേവലം പാരായണം ചെയ്താൽ തന്നെ ഒരു ഹർഫിന് 10 കൂലി വെച്ച് കിട്ടുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ഒരു ഇബാദത്ത്, ഖുർആൻ വെച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യണമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചൊരു ഇബാദത്ത്, ആ ഇബാദത്ത് പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടില്ല. ഈ റമളാനെങ്കിലും നമ്മൾ ആ ഇബാദത്തിന് വേണ്ടി ഒരുങ്ങേണ്ടതുണ്ട്. അത് തദബ്ബുറുൽ ഖുർആൻ എന്നുള്ളതാണ്. ഖുർആനെ പറ്റി ഉറ്റാലോചിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ അടിക്കടി നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണത്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനെ പറ്റി ഉറ്റാലോചിക്കുന്നില്ലേ? അം അല ഖുലൂബി അഖ്ഫാലുഹ, അതോ അവരുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ആവരണമുണ്ടോ?
എന്തുകൊണ്ട് അവർക്ക് മനസ്സ് വെച്ചുകൊണ്ട് ചിന്തിക്കാനും ഉറ്റാലോചിക്കാനും ഖുർആനെ പറ്റി സാധിക്കുന്നില്ല? മറ്റൊരിടത്ത് സൂറത്ത് സ്വാദിൽ അള്ളാഹു പറഞ്ഞു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതി. അള്ളാഹു ഈ ഖുർആൻ അവനെ ഇറക്കി തന്നത് മുബാറക്കായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള ഈ ഗ്രന്ഥം നിനക്ക് ഇറങ്ങി തന്നിട്ടുള്ളത് ലിയദ്ദബ്ബറു ആയാത്തിഹി, അതിൻ്റെ ആയത്തിനെ പറ്റി, അതിൻ്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി, അതിലെ ഓരോ വചനങ്ങളെപ്പറ്റിയും തദബ്ബുർ നടത്താനാണ്. വലിയദ്ദക്കറു ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്ക് അത് റിവിഷൻ നടത്താനാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പം എന്താണ് ഈ തദബ്ബുർ എന്ന് പറഞ്ഞാൽ? നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു പ്രയോഗമാണിത്, തദബ്ബുർ എന്ന് പറയുന്നത്. നമ്മളെ വിചാരം ഖുർആനെ പറ്റി ചിന്തിക്കുക എന്നുള്ളതാണ്. ഖുർആനെ പറ്റി ചിന്തിച്ചാൽ അത് തദബ്ബുറാവോ? ഖുർആനെ പറ്റി നമ്മൾ ആലോചിച്ചാൽ, ഖുർആനിലെ കഥകൾ, അതിൻ്റെ തഫ്സീർ വായിച്ചാൽ ഇതൊക്കെ തദബ്ബുറാണോ? യഥാർത്ഥത്തിൽ ഇത് തദബ്ബുർ അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തദബ്ബുർ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അഗാധമായൊരു കാര്യമാണ്. ദബ്ബറ എന്ന് പറഞ്ഞിട്ട്, ദബ്ബർ ഷെയ്ഉ എന്ന് പറഞ്ഞാൽ ദഹബ വവല്ല മള എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം നമുക്ക് കാണാൻ സാധിക്കുക. ഒരാൾ മുന്നോട്ട് പോയിട്ട് പിന്നെയും തിരിച്ചു വന്ന് വീണ്ടും പോകുന്നതിനാണ് ദബ്ബർ ഷെയ് എന്ന് പറയുക. ദബറ റജുലു എന്ന് പറയുന്നത് തബിഅഹു മിൻ വറാഇഹി, ഒരു സാധനത്തിൻ്റെ പിന്നിൽ കൂടി അതിൻ്റെ പിന്നിൽ തന്നെ നടക്കുമ്പോഴാണ് അതിനെ ദബ്ബറ റജുൽ എന്ന് പറയുക. ഇർത്തദ്ദ അല അഖബൈഹി ഇർത്തദ്ദ അല ദുബ്രിഹി എന്നൊക്കെ പറഞ്ഞാൽ റജഅ മൻസഹബൻ മിൻ ഹൈസു അത, എവിടെ നിന്ന് വന്നോ അവിടേക്ക് തന്നെ തിരിച്ചു പോകുമ്പോഴാണ് ദബ്ബറ എന്നൊക്കെയുള്ള പദം പറയുക. അപ്പോൾ ഇത് കേവലം ഒരു വായനല്ല, പരിഭാഷ വായിക്കുക, അതുപോലെ തന്നെ തഫ്സീർ വായിക്കുക, അതിലൊതുങ്ങി നിൽക്കുന്നതല്ല യഥാർത്ഥത്തിൽ തദബ്ബുർ. എങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും തദബ്ബുർ ചെയ്തിട്ടുണ്ടോ? നമ്മൾ എന്തെങ്കിലും തദബ്ബുർ ഈ അർത്ഥത്തിലല്ലാത്ത, പരിഭാഷ വായിക്കുക, തഫ്സീർ വായിക്കുക എന്നതല്ലാത്ത രൂപത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ഖുർആനെ സമീപിച്ചിട്ടുണ്ടോ? ഇമാം നവവി പറയാണ്, ആരെങ്കിലും ഖുർആൻ പാരായണത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ അവന് തദബ്ബുർ ഉണ്ടാവുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഖുർആൻ അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ ഖുർആൻ തദബ്ബുറിന് ഒരുക്കണം. സലഫുകളിൽ പല ആളുകളും ഒരൊറ്റ ആയത്തോതിക്കൊണ്ട് യതദബ്ബറൂന വയുറദ്ദിദൂന ഇല സ്വബാഹ്, രാത്രി ഒരു ആയത്തോതും, നിസ്കാരത്തിൽ ഒരു ആയത്തോതിയിട്ട് ആ ആയത്തിൽ തദബ്ബുർ ചെയ്ത് അവർ സുബഹി വരെ, വിത്തറാക്കുന്ന സമയം വരെ അവർ നീളുമായിരുന്നു എന്ന് ഇമാം നവവി റഹിമുള്ള പറയുന്നത് കാണാൻ സാധിക്കും. ഹസൻ ഇബ്നുൽ ഹയ്യ് അദ്ദേഹം പറയാണ്, അബൂ സുലൈമാൻ ദാറാനി അദ്ദേഹം പറഞ്ഞു, മാ റഅയ്തു അഹദൻ അൽ ഖൗഫ് വൽ ഖുശൂ അൽഹറു അലാ വജ്ഹി മിൻ ഹസൻ ഇബ്നുൽ ഹയ്യ്. ഹസൻ ഇബ്നുൽ ഹയ്യിനേക്കാൾ ഖുർആന്റെ കാര്യത്തിൽ അത്രയും ഭക്തി പുലർത്തിയിരുന്ന ഒരു മനുഷ്യൻ വേറില്ല. അദ്ദേഹം ഖാമ ലൈലത്തൻ ഹത്താ അസ്ബഹ, അദ്ദേഹം ഒരു ദിവസം രാത്രി നമസ്കരിക്കാൻ വേണ്ടി ഓതി ഒരായത്താണ് അദ്ദേഹം ഓതിയത്, അമ്മ യതസഅലൂൻ എന്ന് പറയുന്ന സൂറത്ത് നബയിലെ 1-ാമത്തെ ആയത്ത്. അതിനപ്പുറത്തേക്ക് കടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നാണ്. അതിനെപ്പറ്റി തദബ്ബുർ ചെയ്ത് അതന്നെ ആലോചിച്ച് അദ്ദേഹം ഇങ്ങനെ തദബ്ബുർ ചെയ്തുകൊണ്ടിരുന്നു, ഉറ്റാലോചിച്ചു കൊണ്ടിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇമാം മാലിക് റഹിമുള്ള അദ്ദേഹം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളത് കൊണ്ട് തദബ്ബുർ ചെയ്തതായിക്കൊണ്ട് ചില അദ്ദേഹത്തിന് പിന്നിൽ നിന്ന് നിസ്കരിച്ച ആളുകൾ പറയുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൂറത്തു തക്കാസുറിലെ അൽഹാക്കുമുത് തക്കാസുർ എന്ന് പറയുന്ന ആയത്ത് തന്നെ ഇമാം മാലിക് ഓതിക്കൊണ്ടേയിരുന്നു, കുറേ ഓതിയിരുന്നു എന്ന് കാണാൻ സാധിക്കും. നിസ്കാരത്തിലും അല്ലാത്തപ്പോഴൊക്കെ ആവർത്തിച്ച് ഒരൊറ്റ ആയത്ത്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുള്ളൂ, അത് ഒരൊറ്റ ആയത്ത് തന്നെ ഓതുക, അൽഹാക്കുമുത് തക്കാസുർ, അതിങ്ങനെ ഓതിയിട്ട് അതിൻ്റെ അർത്ഥത്തെപ്പറ്റി ഉറ്റാലോചിക്കുകയാണ്. എന്തായിരിക്കും അവിടെ അള്ളാഹു ഉദ്ദേശിച്ച ആശയങ്ങൾ എന്തായിരിക്കുമെന്ന് ചിന്തിക്കുക. അതാണ് തദബ്ബുർ എന്ന് പറഞ്ഞാൽ. തദബ്ബുറിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ആയത്തിനെ കൃത്യമായ ആലോചനക്ക് പാത്രമാക്കുക എന്നുള്ളതാണ്. ഇമാം അബൂ ഹനീഫ ബലിസ്സാഅതു മൗഇദുഹും വസ്സാഅതു അദ്ഹാ വഅമർ എന്ന് പറയുന്ന സൂറത്തുൽ ഖമറിലെ ആയത്ത്, പരലോകം വന്നെത്തുന്നതാണ്. ആ ദിവസം എന്ന് പറഞ്ഞാൽ, ആ സമയമെന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം കൈപ്പേറിയ, അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ദിവസമാണ് എന്ന ആയത്ത് അദ്ദേഹം മോദിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരുടെയും സലഫുകളുടെയും ഒക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു ഒരൊറ്റ ആയത്ത് ഓതിയിട്ട് തദബ്ബുർ ചെയ്യുന്ന പണി. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ഇബാദത്താണ്. ആ ഇബാദത്ത് നമുക്ക് ഈ റമളാനിലെങ്കിലും ആ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കണം. മുഹമ്മദ് ഇബ്നു കഅബ് അൽ ഖുർത്തുബി അദ്ദേഹം പറയാൻ അൻ അഖറഅ ഫീ ലൈലത്തിൻ ഹത്താ അസ്ബഹ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന് പറയുന്ന ഒരു ചെറിയ സൂറത്ത്, ആ സൂറത്ത് ഞാൻ രാത്രി ഓതിയിട്ട് രാവിലെ വരെ അതിനെപ്പറ്റി ചിന്തിച്ച് നിൽക്കുന്നതാണ് ഒരുപാട് പേജുകൾ ഇങ്ങനെ സ്പീഡിൽ ഓതി തീർക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടമെന്ന്
അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഖ്റഉൽ ഖുർആന ഫീ സബഇൻ, നിങ്ങൾ 7 ദിവസം കൊണ്ടേ മാക്സിമം പോയാൽ 7 ദിവസം, അതിനും നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾക്ക് കുറേ കൂടി സ്പീഡിൽ ഖുർആൻ മുഴുവൻ തീർക്കണമെന്നുണ്ടെങ്കിൽ 3, അതിനപ്പുറം പോകാൻ പാടില്ല. കാരണം തദബ്ബുർ നടക്കാത്ത ഓത്ത് അള്ളാഹുവിന് ഇഷ്ടമല്ല. അപ്പം നമ്മൾ ഖുർആൻ ഓതി തീർക്കുക എന്നതിനപ്പുറം ഈ തദബ്ബുർ എന്ന് പറയുന്ന സംഗതി നമ്മളുടെ ജീവിതത്തിലേക്ക് വരേണ്ടതുണ്ട്. അപ്പം എന്താണ് തദബ്ബുർ ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത്? കൃത്യമായി മനസ്സിലാക്കി വെച്ചോളി. ഇത് ഈ ലോകത്ത് നമുക്ക് ചെയ്യാവുന്നതിൽ വെച്ച്, അള്ളാഹ്ക്ക് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഇബാദത്താണ് ഈ പറയുന്നത്, തദബ്ബുറുൽ ഖുർആൻ എന്ന് പറയുന്നത്. അതിനെന്തൊക്കെ നമ്മൾ ചെയ്യണം? തദബ്ബുറുൽ ഖുർആനിൻ്റെ ഓരോ കാര്യവും കൃത്യമായി പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് ഹുവ ഇമാലു സിഹ്നി ബിന്നദ്രി ഫി ആയാത്തില്ലാ എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ആയത്തുകൾ കൊണ്ട് ബുദ്ധി വർക്ക് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ്. നമ്മൾ ബുദ്ധി വർക്ക് ചെയ്യണം. നമുക്കെത്ര ബുദ്ധി അള്ളാഹ് തന്നിട്ടുണ്ടോ അത് ഒരു ആയത്ത് ഉപയോഗിച്ചു കൊണ്ട് വർക്ക് ചെയ്യണം. നമ്മൾ ബുദ്ധി അമ്മയത്ത് സഅലൂൻ എന്ന ആയത്ത് ഓതിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? നമ്മൾക്ക് ഫീലിംഗ് ഉണ്ടാവും, നമ്മൾ ഇമോഷൻ, നമ്മളുടെ വൈകാരികത ഖുർആൻ കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം വായിക്കുമ്പോൾ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ ബുദ്ധി വർക്ക് ചെയ്യുന്നുണ്ടോ? ആ ബുദ്ധിയും കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്ത് ചെയ്യാൻ നമ്മൾ അർഹതപ്പെട്ടവരാണ്. നമുക്ക് ഏറ്റവും വലിയ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ സുജൂദാണ്. ആ സുജൂദ് ലോകത്ത് അള്ളാഹുവിനെ അടുപ്പിക്കുന്ന ഇതിനേക്കാൾ വലിയ ഇബാദത്തില്ല. അതിന് കാരണം എന്താ പണ്ഡിതന്മാർ പറഞ്ഞത്? മനുഷ്യൻ്റെ ശരീരത്തിൽ, മനുഷ്യൻ്റെ മനസ്സ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം എന്ന് പറയുന്ന തല, ആ തല അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കുകയാണ് സുജൂദിൽ. മറ്റൊരു ഇബാദത്തിലും അതില്ല. അതുകൊണ്ടാണ് അത് അത്രയും പ്രധാനപ്പെട്ടതായത് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ബുദ്ധി കൊണ്ട് ഇബാദത്ത് ചെയ്യാന്നുള്ളത് ലോകത്ത് നമുക്ക് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഇബാദത്താണ്. മാ ഉബിദല്ലാഹു ബി അഖ്ലി അഫ്ളലു മിനൽ അഖൽ, ബുദ്ധി കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നതിനേക്കാൾ നല്ല ആരാധന മറ്റൊരു മനുഷ്യനും ചെയ്യുന്നില്ല എന്നൊക്കെ സലഫുകൾ പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ ആയത്ത് വെച്ചിട്ട് നമ്മളെ ബുദ്ധി വർക്ക് ചെയ്യണം. നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. തദബ്ബുറുൽ ഖുർആൻ എന്ന് പറഞ്ഞ ഒരു ആയത്ത് ഓതുക, ആ ആയത്ത് ആവർത്തിച്ച് ഓതുക. ആ ആവർത്തിച്ചോത്തിൽ നമ്മളുടെ ബുദ്ധി വർക്കാവണം. മറ്റൊന്ന് തറദ്ദുദ് ബി ആയ, ഒരൊറ്റ തവണ ഓതിയാൽ പോരാ, അത് ആവർത്തിച്ച് ഓതണം. നമ്മൾ ആവർത്തിച്ച് ആയത്തിനെ പറ്റി കേൾക്കണം, നമ്മൾ തന്നെ കേൾക്കണം. മറ്റൊന്നോ അൽ വുസൂൽ ഇലാ മആനീഹ, നമ്മളൊരു ആയത്ത് ഓതുമ്പോൾ ആദ്യത്തെ അർത്ഥത്തിൽ നമ്മൾ നിൽക്കും. ഫസ്റ്റ് നമ്മളെ മനസ്സിൽ വരുന്ന ഒരു അർത്ഥം ഉണ്ടാവും, ഒരു ആശയം ഉണ്ടാവും. ആ ആശയത്തിൽ നിൽക്കാതെ രണ്ടാമത്തെ ആശയത്തിലേക്കും മൂന്നാമത്തെ ആശയത്തിലേക്കും നാലാമത്തെ അർത്ഥത്തിലേക്കൊക്കെ കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കണം. ഉദാഹരണത്തിന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, ഇന്ന മഅൽ ഉസ്രി യുസ്റ, തീർച്ചയായും പ്രയാസത്തിനൊപ്പം എളുപ്പമുണ്ട്. പ്രയാസത്തിനൊപ്പം എളുപ്പമുണ്ട് എന്ന് കേട്ടപ്പോൾ നമുക്കെന്താണ് നമ്മൾക്ക് തോന്നിയത്? നമ്മളുടെ വികാരം വളരെയധികം അതിൽ നമ്മളുടെ മനസ്സിൻ്റെ സമാധാനമൊക്കെ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് എന്നതിൽ സംശയമൊന്നുമില്ല. നമുക്ക് ആ ആയത്ത് കേൾക്കുമ്പോൾ വളരെ സമാധാനം തോന്നുന്നുണ്ട്. പ്രയാസത്തിനൊപ്പം ഒരു എളുപ്പവും വരും, ഒരു സമാധാനവും വരും എന്നുള്ളത് കേട്ടപ്പോൾ നമുക്ക് സമാധാനം വന്നിട്ടുണ്ട്. നമ്മളുടെ മനസ്സും നമ്മളുടെ വികാരവും അവിടെ ആ ആയത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ബുദ്ധി വർക്ക് ചെയ്തിട്ടുണ്ടോ ഈ ആയത്ത് കേട്ടപ്പോൾ? ഈ ആയത്ത് കേട്ടപ്പോൾ എപ്പോഴെങ്കിലും ഇതിന് ഒരാശയമല്ലാതെ രണ്ടാമതൊരാശയം നമുക്ക് തോന്നിയിട്ടുണ്ടോ? മൂന്നാമതൊരാശയം തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്കറിയോ, ഈ ഒരൊറ്റ ആയത്തിന് 10ഉം 20ഉം അർത്ഥതലങ്ങൾ എണ്ണിപ്പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ലോകത്ത്. അപ്പം അവർക്ക് എങ്ങനെ 20 ആശയമൊക്കെ ഒരൊറ്റ ആയത്തിൽ നിന്ന് കിട്ടി? നമ്മളൊന്ന് ചിന്തിച്ചാൽ, നമ്മളെ ബുദ്ധി ഉപയോഗിച്ചാൽ, അത് ആവർത്തിച്ച് ഓതിയാൽ ഒന്നാമത് കിട്ടുന്ന അർത്ഥത്തിനപ്പുറം എന്തർത്ഥമായിരിക്കും ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് ചിന്തിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തദബ്ബുറുൽ ഖുർആൻ എന്ന് പറയുന്ന ഇബാദത്തിൻ്റെ കൂലി നമുക്ക് തരും. എന്ന് വെച്ചാൽ ഈ ചിന്തകളിലൂടെ ഇല്ലാത്ത ആശയമൊന്നും കണ്ടെത്തണം എന്നല്ല പറയുന്നത്. ഇസ്ലാമിനെതിരായ ആശയമൊന്നും കണ്ടെത്തേണ്ടതില്ല. ഇസ്ലാമിലുള്ള ആശയങ്ങൾ തന്നെ, ഖുർആനിലും ഹദീസിലും ഉള്ള ആശയം തന്നെ ഒരായത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർക്ക് ഒരു ആയത്ത് ഓതിയിട്ട് ഇത്രയധികം ചിന്തിക്കാനും കരയാനും ആവർത്തിച്ച് ഓതാനൊക്കെ തോന്നിയത്. മറ്റൊന്നെന്താണ്? ഇത്വാലത്തു തഅമ്മുലി ഫിഹി, ദീർഘമായി ഒരു ആയത്തുമ നിൽക്കാൻ കഴിയണം. നമ്മൾ ഒരു ആയത്തുമ ദീർഘമായി നിൽക്കാൻ കഴിയണം. നമ്മൾ ഒരു പേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മിനിറ്റിൻ്റെ ഉള്ളിൽ കഴിയാണ്. ആ 2 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഒരൊറ്റ ആയത്ത് ഓതിയിട്ട് നമുക്ക് നിൽക്കാൻ കഴിയുന്നുള്ളൂ. നമ്മളുടെ ചിന്ത ഒരായത്തിന്മേൽ 10 മിനിറ്റ് ചെലവഴിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? വജമഉൽ ഫിക്രി അലാ മആനി ആയാതിഹി, ആ ആയത്തിലുള്ള വൈവിധ്യങ്ങളെ കണ്ടെത്താൻ സാധിക്കണം. ഒരായത്ത് കേൾക്കുമ്പോൾ അതിൻ്റെ വൈവിധ്യങ്ങൾ കണ്ടെത്തുക, അതിൻ്റെ ചിന്തോദീപമായ കാര്യങ്ങൾ, ബുദ്ധിപരമായ കാര്യങ്ങൾ, അതിലെ അറിവുകൾ,
വിശ്വാസപരമായ കാര്യങ്ങൾ, ഫിഖ്ഹിയായ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ, അതുപോലെ നമുക്ക് ചെയ്യാവുന്ന സൽക്കർമ്മങ്ങൾ ഉള്ളടങ്ങിയത്, ഇതൊക്കെ വൈവിധ്യങ്ങൾ ഒരായത്തിൽ നിന്ന് തന്നെ ചിന്തിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ, ഖുർആനെ പറ്റി ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇതാണ് തദബ്ബുറുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ. ഈ ലോകത്ത് നമുക്ക് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ ഇബാദത്തുകളിൽ ഒന്ന്. ഈ ഖുർആൻ നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോകത്ത് വേറെ ഏത് ഗ്രന്ഥം നോക്കിയാലും കിട്ടാത്ത അർത്ഥവും ആശയവും ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. എങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. തദബ്ബുറുൽ ഖുർആൻ നമുക്ക് ചെയ്യണമെങ്കിൽ ഒരു ആയത്ത് വെച്ചിട്ട് ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്ന് പറയുന്ന ആയത്തിൽ ഇതിൽ വലിയ സമുദ്രത്തോളം ആഴമുണ്ട് എന്ന് വിശ്വസിച്ചാലേ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ. അതേസമയം ആരൊക്കെയോ എഴുതി വെച്ച ഭൗതികമായ ഗ്രന്ഥങ്ങൾ പോലെ തന്നെ ഒരു പുസ്തകം എന്ന് വിശ്വസിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം തദബ്ബുറുൽ ഖുർആൻ സാധ്യമല്ല. ലിക്കുല്ലി ഖത്തിൻ മഅന എന്ന് നമ്മൾ വിശ്വസിക്കണം. ഖുർആനിൽ ഒരു വള്ളിപുള്ളി വ്യത്യാസങ്ങൾക്കും പോലും അർത്ഥമുണ്ട് എന്ന് വിശ്വസിച്ചവനെ തദബ്ബുറുൽ ഖുർആൻ നടത്താൻ കഴിയുള്ളൂ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഓതിക്കേൾക്കുന്ന ഒരു ആയത്ത്, നമ്മളെല്ലാവരും ബഖറ തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും കേൾക്കുന്ന ഒരു ആയത്ത് ഞാനിവിടെ പറയാം. ഒരൊറ്റ ഉദാഹരണം, തദബ്ബുറുൽ ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം ഞാൻ ഇവിടെ പറയാം. ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഊലതൻ ഫമാ ഫൗഖഹ എന്ന് പറയുന്ന ഒരു ആയത്ത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ 26-ാമത്തെ ആയത്ത് നമുക്ക് കാണാൻ സാധിക്കും. തറാവീന് നിന്നാൽ അവിടെ 1-ാമത്തെ ദിവസം തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു ആയത്താണ്. ഈ ആയത്തിൽ അള്ളാഹു എന്താണ് പറയുന്നത്? ഇന്നല്ലാഹ, തീർച്ചയായും, ലാ യസ്തഹി, അള്ളാഹു ഒരിക്കലും നാണിക്കില്ല, അൻ യദ്രിബ മസലൻ, ഒരു ഉദാഹരണം പറയാൻ, മാ ബഊലതൻ ഫമാ ഫൗഖഹ, ഒരു കൊതുകാവട്ടെ അതിനേക്കാൾ വലിയ വിലയില്ല എന്ന് തോന്നുന്ന കാര്യമാവട്ടെ, അതിനൊക്കെ ഉദാഹരിക്കാൻ അള്ളാഹു നാണിക്കില്ല. ഫഅമ്മല്ലദീന ആമനു, വിശ്വാസികളാകട്ടെ ഈ ഉദാഹരണങ്ങൾ കേട്ടാൽ ഫയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം, അവർക്ക് ആ ഉദാഹരണത്തിലൂടെ ഇത് അള്ളാന്റെ അടുക്കൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഫഅമ്മല്ലദീന കഫറു, എന്നാൽ കാഫിറുകളാകട്ടെ ഫയഖൂലൂൻ, അവരിതിനെപ്പറ്റി ചിന്തിച്ചാൽ അവർക്ക് തോന്നാ മാദാ അറാദുല്ലാഹു ബിഹാദ മസല, ഈ ഉദാഹരണത്തിനൊക്കെ എന്ത് വിലയുള്ളത്, എന്ത് പ്രസക്തിയുണ്ട് ഈ ഉദാഹരണത്തിന് എന്ന് കാഫിറുകൾക്ക് തോന്നും. എന്നിട്ട് അല്ലാഹു പറയാണ് യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ, ഈ ഉദാഹരണത്തിലൂടെ തന്നെ പല ആളുകളെയും അള്ളാഹു സന്മാർഗത്തിലേക്കും നന്മകളിലേക്കും തദബ്ബുറിലേക്കും ക്ഷണിച്ചിട്ടുണ്ട്, പല ആളുകളെയും തിന്മയിലേക്കും നരകത്തിലേക്കും വഴികേടിലേക്കും ക്ഷണിച്ചിട്ടുണ്ട്. വമാ യുളില്ലു ബിഹി ഇല്ലൽ ഫാസിഖൂൻ, ഫാസിഖീങ്ങളല്ലാതെ നരകത്തിൽ പോവില്ല എന്നതും ഉറപ്പാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് ഒരു അള്ളാഹുവിൻ്റെ ഉദാഹരണങ്ങളെ പറ്റി അള്ളാഹു ഒരു ഉദാഹരണം പറയാണ്. അള്ളാഹു ഈ ഖുർആനിലും ഹദീസിലൊക്കെ കുറേ ഉദാഹരണങ്ങൾ പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ഉദാഹരണങ്ങളുടെ ഒരു ഉദാഹരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അള്ളാഹിൻ്റെ ഉദാഹരണങ്ങൾ എങ്ങനെയാണ് എന്ന് ഒരു ഉദാഹരണത്തിലൂടെ അള്ളാഹു പറഞ്ഞുതരാണ്. ഈ ഉദാഹരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മറ്റിടത്ത് പറഞ്ഞിട്ടുള്ള ഉദാഹരണങ്ങളുടെ ആഴം നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇതുവരെ ഈ ആയത്ത് കേട്ടിട്ട് ഇതിന് ഉദാഹരണങ്ങളുടെ ഉദാഹരണവും അതിൻ്റെ എല്ലാ ഉദാഹരണങ്ങളുടെയും ആഴം മനസ്സിലാക്കാനുള്ള ഉദാഹരണമാണിത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ എന്തെങ്കിലും ഈ ആയത്ത് കേട്ടിട്ട് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ടോ? ഈ ആയത്ത് ഒരു തവണക്കപ്പുറം 3-4 തവണ നമ്മൾ ഇതുവരെ ഓതിയിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അള്ളാഹു ഒരിക്കലും നാണിക്കില്ല ഒരു കൊതുകിൻ്റെ കാര്യം പോലും. എന്താണ് ഈ കൊതുകിൻ്റെ പ്രത്യേകത? കൊതുക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു സാധനമാണ്. ആ നിസ്സാരമായി കാണുന്ന സാധനം എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിൻ്റെ ഉദാഹരണങ്ങൾക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞത്? അതിനൊരു കാരണമുണ്ട്. ഈ ലോകത്ത് മിക്കവാറും നാസ്തികരോട് അള്ളാഹു ഇല്ല എന്ന് വിശ്വസിക്കുന്ന, മതമില്ല എന്ന് വിശ്വസിക്കുന്ന, നന്മയും തിന്മയും ഇല്ല എന്ന് വിശ്വസിക്കുന്ന മനുഷ്യന്മാരോട് നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടാവിൽ വിശ്വസിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അവരാദ്യം പറയുക ഈ പ്രപഞ്ചത്തിന് ഒരർത്ഥമില്ല എന്നുള്ളതാണ്. ഒരർത്ഥം എന്തെങ്കിലും ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ഈ ലോകത്തുണ്ട്. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാ ആവശ്യമില്ലാത്ത സാധനം ഉണ്ടാവണം? ഇതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ചോദ്യം. എന്നിട്ട് അവർ മിക്കവാറും നാസ്തികർ, ഇപ്പം കേരളത്തിൽ തന്നെ 2 നാസ്തികർ പറഞ്ഞ ഉദാഹരണമാണ് ഞാൻ ഈ പറയുന്നത്. അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അവർ 2 കൂട്ടരും പറഞ്ഞത് ഈ ലോകത്ത് ആവശ്യമില്ലാത്ത കുറേ വസ്തുക്കളുണ്ട്, ദൈവം ഉണ്ടെങ്കിൽ ഈ ആവശ്യമില്ലാത്ത വസ്തുക്കൾ ഉണ്ടാവില്ല. എന്നിട്ട് അവർ 2 പേരും പറഞ്ഞ ഉദാഹരണം കൊതുകാണ്. കൊതുകിന് എന്തിന് അള്ളാഹു ഉണ്ടാക്കി? ഈ രോഗം പരത്തുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഈ ലോകത്തുണ്ടാക്കുന്ന കൊതുക് എന്തിന്? കൊതുക് എന്ന് പറയുന്ന ജീവിയുടെ പ്രസക്തി എന്താണ് ഈ ലോകത്ത്? ഇതാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല കാഫിറുകൾക്ക്, അള്ളാഹുവിൽ അവിശ്വസിച്ച ആളുകൾക്ക്, നിഷേധികൾക്ക് ഉദാഹരണമായിട്ട് ഉദാഹരണങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞ കൊതുകിനെയാണ്. കാരണം അള്ളാഹ്ക്കറിയാം ഈ മനുഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ ഉദാഹരിക്കുന്ന ഒരു സാധനമാണ് കൊതുക് എന്ന് പറയുന്നത്. കൊതുക് എന്തിന് എന്നുള്ള ചോദ്യം ഈ ലോകത്ത് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്.
നാസ്തികരായ ആളുകളൊക്കെ പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്തിന് കൊതുക്? കൊതുക് ഉണ്ട് എന്നുള്ളത് ദൈവമില്ല എന്നുള്ളതിന് തെളിവാണ്. അപ്പം അള്ളാഹു പറയാണ്, കൊതുക് എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായി നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രസക്തമായ മറ്റൊരു ജീവി ഉണ്ടോ എന്ന് സംശയമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൽ തന്നെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ജീവിയാണ് കൊതുക് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഫുഡ് ചെയിൻ എന്ന് പറയുന്ന ഭക്ഷണങ്ങളുടെ ഭക്ഷ്യ ശൃംഖല എന്ന് പറയുന്നത് നടക്കണമെങ്കിൽ തന്നെ, സർക്കിൾ ഓഫ് ലൈഫ്, ജീവചക്രം കറങ്ങണമെങ്കിൽ, എല്ലാ ജീവികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡായി ജീവിക്കണമെങ്കിൽ, അതുപോലെ തന്നെ പിന്നെ മീനുകൾ, തവളകൾ, പക്ഷികൾ, ഇങ്ങനെയുള്ള ഓരോ ജീവികൾക്കും തിന്നാനും കുടിക്കാനും ജീവിക്കാനും സാധിക്കണമെങ്കിൽ കൊതുക് എന്ന് പറയുന്ന ജീവി വേണമെന്നാണ്. കൊതുക് ഇല്ലാതെ ആയിപ്പോയി കഴിഞ്ഞാൽ ഈ ലോകത്ത് ഒരുപാട് പക്ഷികളും ജീവജാലങ്ങളും ഒക്കെ ഇല്ലാതാവും. മീനില്ലാതാവും, പക്ഷികളില്ലാതാവും, പലതും ചത്തുപോകും, വംശനാശം സംഭവിക്കും. അപ്പോൾ അവക്ക് വംശനാശം സംഭവിക്കുന്നതോടുകൂടി മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റാതാവും. മനുഷ്യന്മാർ ഒരുപാട് ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ജീവജാലങ്ങൾ ഇല്ലാതാവും. ഇപ്പോൾ 1958 ചൈനയിൽ മാവോ സേതുങ് എന്ന് പറയുന്ന മതത്തിൽ വിശ്വസിക്കാത്ത നേതാവ്, അദ്ദേഹം ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു. ഗ്രേറ്റ് സ്പാരോ ക്യാമ്പയിൻ എന്നാണ് ആ ക്യാമ്പയിൻ്റെ പേര്. അവിടെ ധാന്യങ്ങൾ വന്നിട്ട്, പാടത്ത് വന്ന് ധാന്യങ്ങൾ കൊത്തിത്തിന്നുന്ന കുരുവികളുടെ ശല്യം അവിടുത്തെ കർഷകർ പരാതിപ്പെട്ടപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു ക്യാമ്പയിൻ നടക്കുകയാണ്. കുരുവികളെ എല്ലാത്തിനെയും വെടിവെച്ച് കൊല്ലുക, ഇതാണ് ആ ക്യാമ്പയിൻ. അങ്ങനെ കൊന്നുകഴിഞ്ഞാൽ ധാന്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ രാജ്യം വളരെ നല്ല രൂപത്തിൽ ധാന്യമുള്ള വളർന്ന ഒരു രാഷ്ട്രമായി കൊണ്ട് മാറും. ഇതാണ് മാവോ സേതുങ് എന്ന് പറയുന്ന മതനിഷേധി അല്ലെങ്കിൽ അവിടുത്തെ രാജാധികാരി ചിന്തിച്ചത്. ഫസ്റ്റ് ഓർഡർ എഫക്റ്റ് എന്നാണ് ഇതിന് പറയാൻ. നമ്മൾ കാണുന്നത് ഈ പക്ഷി ഈ ധാന്യം തിന്നുന്നത് മാത്രമാണ്. പക്ഷെ അതിനപ്പുറം വേറൊരു എഫക്റ്റ് ഈ ജീവിക്കുണ്ട് എന്നുള്ളത് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ചൈനക്കാർ മനസ്സിലാക്കുന്നത്. ഈ കുരുവികളൊക്കെ കൊല്ലാൻ തുടങ്ങിയപ്പോൾ ഈ കുരുവികൾ വന്ന് പാടത്ത് ധാന്യങ്ങൾ മാത്രമല്ല തിന്നുന്നത്, ധാന്യങ്ങളുടെ മുകളിലുള്ള പാരസൈറ്റുകളെയും അതുപോലെ തന്നെ ആ ചെടികൾ തിന്നു തീർക്കുന്ന ജീവജാലങ്ങളെയും അണുക്കളെയും ഒക്കെ ഈ ജീവി തിന്നുന്നുണ്ട്. അപ്പോൾ ആ അണുക്കളും അതുപോലെ തന്നെ പാരസൈറ്റുകളും ഒക്കെ ചാവുന്നത് കൊണ്ടാണ് പകുതിയെങ്കിലും കൃഷിയിടത്തിലുള്ള ധാന്യങ്ങൾ ഉണ്ടാവുന്നത്. ഇത് ശ്രദ്ധയിൽ പെട്ടിട്ടില്ല, ഇത് പഠിച്ചിട്ടില്ല. അപ്പോൾ ഈ പക്ഷികളൊക്കെ കൊന്നൊടുക്കിയപ്പോൾ ചൈനയിൽ വലിയ ക്ഷാമമുണ്ടായി, ആളുകൾ പട്ടിണി കിടക്കാൻ തുടങ്ങി. ഈ ജീവികൾ, ഈ ധാന്യം തിന്നുന്ന കുരുവികൾ ഇത്രത്തോളം നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ആ കുരുവികളെയൊക്കെ കൊന്നപ്പോഴാണ് മനസ്സിലായത്. ഇത് ചരിത്രത്തിൽ വളരെ പ്രസക്തമായ, വളരെ പ്രസിദ്ധമായൊരു ഉദാഹരണമാണ്. എല്ലാവർക്കും പരിശോധിക്കാവുന്ന ഉദാഹരണമാണ്. നമ്മൾ കാണുന്ന കൊതുക് എന്ന് പറയുന്ന ജീവി ഇല്ലാതെയാവുന്നതോടുകൂടി നമ്മളുടെ ജീവിതം തന്നെ സാധ്യമല്ലാത്ത രൂപത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. അത് മാത്രമാണോ ഈ കൊതുക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 ബില്യൺ 400 മില്യൺ ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള ജീവിയാണ്. ദീനോസറുകളുടെ കാലത്ത് ഉള്ള ജീവിയാണ്. അതിങ്ങനെ അതിജയിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂലോകത്ത് നിലനിർത്തണമെങ്കിൽ അതിന് വലിയ പ്രസക്തി ഉണ്ടാവണം. ഈ കൊതുക് കടിക്കുക എന്ന് പറഞ്ഞാൽ ഈ കൊതുക് എന്ന് പറയുന്നതിൽ പെൺകൊതുക് മാത്രമാണ് കടിക്കുന്നത്. ആൺകൊതുക് യഥാർത്ഥത്തിൽ ചെടികളിൽ പോയി പൂക്കളിൽ നിന്ന് തേൻ നുകർന്ന് അങ്ങനെയാണ് അത് ജീവിക്കുന്നത്. ചെടികളിൽ നടക്കുന്ന പരാഗണം എന്ന് പറയുന്നത് നടക്കണമെങ്കിൽ തന്നെ കൊതു വേണം, അല്ലെങ്കിൽ പൂവുകൾ ഉണ്ടാവില്ല, പല ചെടികളും ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ എത്രയോ മനുഷ്യന്മാരുടെ ജീവനുമായി ബന്ധപ്പെട്ടതാണ് കൊതുക്. പക്ഷേ പ്രത്യക്ഷമായി നോക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാനില്ല. എന്തിനാണിത്? ഇതാണ് ആദ്യത്തെ ചിന്ത, മനുഷ്യൻ്റെ ആദ്യത്തെ ചിന്ത അതാണ്. ആ ചിന്തക്കപ്പുറമുള്ള ചിന്ത അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് പോയാൽ, ആയത്തുകളിലേക്ക് പോയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവും മികവും കാരുണ്യവും കണ്ടെത്താൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് തദബ്ബുറുൽ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൊതുകിനെ പഠിക്കുമ്പോൾ, കൊതുകിൻ്റെ പ്രത്യേകത പഠിക്കുമ്പോൾ, അതിൻ്റെ മനുഷ്യജീവിതവുമായുള്ള പങ്ക് പഠിക്കുമ്പോൾ അവൻ പറയും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്, അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹി, അള്ളാഹുവിൻ്റെ പക്ഷത്ത് നിന്നുള്ളതാണ് ഈ ഖുർആൻ എന്നവൻ പ്രഖ്യാപിക്കും. എന്നാൽ അത് പഠിക്കാത്ത, തദബ്ബുർ നടത്താത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചിന്തിക്കും, മാദാ അറാദുല്ലാഹു ബിഹാദ മസല, എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞത്? അപ്പോൾ സഹോദരന്മാരെ, നമ്മളുടെ വീക്ഷണം, നമ്മളുടെ ഈമാൻ, നമ്മളുടെ ജീവിത ചിന്ത അത് മാറ്റി ഉടച്ച് വാർക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് തദബ്ബുറുൽ ഖുർആൻ എന്ന് പറയുന്ന ഇബാദത്ത്. ഈ ഇബാദത്ത് അതിനുവേണ്ടി ഈ റമദാനെങ്കിലും നമ്മൾ ഒരുങ്ങണം. നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരു ആയത്തെടുക്കുക. നമുക്കെപ്പോഴും സംശയം തോന്നിയിട്ടുള്ള
എപ്പോഴും നമുക്ക് എന്തായിരിക്കും ഇതിൻ്റെ അർത്ഥവും ആശയവും എന്ന് തോന്നിയിട്ടുള്ള ഒരു ആയത്തെടുക്കുക. ആ ആയത്ത് ദീർഘമായി നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുക, ആവർത്തിച്ച് അത് ഓതുക. ആദ്യം നമുക്ക് കിട്ടുന്ന ആശയത്തിൽ നിന്ന് അതിനും അപ്പുറം പല ആശയങ്ങളും ഇതിനുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അത് അന്വേഷിക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്താൽ ഇതിനെയാണ് തദബ്ബുറുൽ ഖുർആൻ എന്ന് പറയുക. നമ്മൾ ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഇബാദത്ത്, റമളാനിൽ നമുക്ക് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഇബാദത്ത്, നമ്മളെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ലാത്ത ഒരു ഇബാദത്ത്. ആ ഇബാദത്തിന് വേണ്ടി ഈ റമളാൻ നമ്മൾ ഒരുങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിശ്വാസികളിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട പരിപാലന ഫണ്ട് ഇന്ന് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും അവരുടെ സ്വതക്കകൾ റമദാൻ മാസത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നൽകണമെന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി സ്വഹാബികൾ പറഞ്ഞപ്പോൾ, പ്രവാചകൻ്റെ പത്നിമാർ പറഞ്ഞപ്പോഴൊക്കെ പ്രത്യേകം സൂചിപ്പിച്ചൊരു കാര്യം, അദ്ദേഹം അങ്ങേയറ്റം സ്വതക്ക കൊടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. നമ്മൾ പ്രവാചകനെ പറ്റിയിട്ട് വളരെ ദരിദ്രനായ ഒരാളാണ് എന്ന് ചിലപ്പോൾ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും. പക്ഷേ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പ്രവാചകൻ്റെ സമ്പത്തിനെ പഠിച്ചുകൊണ്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദരിദ്രനായ പ്രവാചകനല്ല. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. വലിയ പണക്കാരായ പ്രവാചകന്മാർ, രാജാക്കന്മാരായ സിംഹാസനത്തിൽ കഴിയുന്ന പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. സുലൈമാൻ നബിയെപ്പോലെ, ദാവൂദ് നബിയെപ്പോലെ. അതുപോലെ തന്നെ വളരെ ദരിദ്രരായ ആളുകളുണ്ടായിട്ടുണ്ട്. സക്കരിയ നബിയൊക്കെ പോലെയുള്ള ഭക്ഷണം പോലും കഴിക്കാനുള്ള വകയുണ്ടായിരുന്നില്ലാത്ത ദരിദ്രന്മാരായ ആളുകളുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥത്തിൽ ഇതിനിടയിലാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് സൂചിപ്പിക്കുന്ന കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ അദ്ദേഹം ചില സന്ദർഭങ്ങളിൽ ഒരുപാട് ധനം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. കച്ചവടത്തിലൂടെയും അദ്ദേഹം സ്വമേധയാ പോയി കച്ചവടം നടത്തിയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് കച്ചവട സംഘങ്ങളുണ്ടായിരുന്നു. ആ കച്ചവട സംഘത്തിലൂടെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് അനന്തര സ്വത്തിലൂടെ, അതുപോലെ അദ്ദേഹത്തിന് ഫൈഉം അത് ഗനീമത്തുമൊക്കെ ആയിക്കൊണ്ട് ഫൈഇൻ്റെയും ഗനീമത്തിൻ്റെയൊക്കെ 1/5 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടും. യുദ്ധാർജിത സ്വത്ത്, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ കിട്ടിയ പ്രവാചകന് പിന്നെ എന്തുകൊണ്ടാണ് ദാരിദ്ര്യാവസ്ഥ? എന്തുകൊണ്ടാണ് പ്രവാചകൻ ഒരു സമയത്ത് വലിയ പണക്കാരനും ഒരു സമയത്ത് ദരിദ്രനുമായത്? പ്രവാചകൻ്റെ അടുത്ത് വന്നിട്ട് പല പാവപ്പെട്ടവരും ചോദിക്കുമായിരുന്നു, എനിക്ക് നിൻ്റെ മുഹമ്മദേ നിൻ്റെ ധനത്തിൽ നിന്ന് എനിക്ക് തരുമെന്നൊക്കെ ബദവികളായിട്ടുള്ള ഗ്രാമീണരായിട്ടുള്ള അറബികൾ വന്ന് ചോദിക്കുമായിരുന്നു എന്നൊക്കെ ഹദീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് അവർ ചോദിക്കുന്നത്? ഒരു ഗതിയുമില്ലാത്ത പ്രവാചകനോട് എന്ത് ചോദിക്കാനാ? അപ്പോൾ പ്രവാചകന് ഗതി ഉണ്ടായിരുന്നു. പ്രവാചകൻ ഒരു സമയത്ത് വലിയ പണക്കാരനായിരിക്കും, പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ഒരു സമയത്ത് കുറച്ച് സമയത്ത് ദരിദ്രനാവുന്നത്? ഭക്ഷണം കഴിക്കാൻ മാസങ്ങളോളം ഇല്ലാത്ത രൂപത്തിലേക്ക് എങ്ങനെയാണ് പ്രവാചകൻ പരിവർത്തിക്കപ്പെട്ടത് ചില സമയങ്ങളിൽ എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹി പോലെയുള്ള പണ്ഡിതന്മാർ ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ദാനം കൊണ്ടാണ് എന്നുള്ളതാണ്. ധനം ഒരുപാടുണ്ടാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദാനം അതിനധികം വർദ്ധിക്കുന്നതാണ്. അദ്ദേഹം റമളാനായി കഴിഞ്ഞാൽ കാറ്റടിക്കുന്നത് പോലെയാണ്, ഒരു കൊടുങ്കാറ്റ് വീശുന്നത് പോലെയാണ് ദാനം ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ധനം കൂടുന്നതിനനുസരിച്ച് ദാനം കൂടുന്ന ഒരു മനുഷ്യനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ നേരെ തിരിച്ചു നമുക്ക് ചിന്തിക്കാം. ദാരിദ്ര്യാവസ്ഥയിലും അദ്ദേഹം ദാനം ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് അള്ളാഹു ഫളല് കൊടുത്ത് അദ്ദേഹത്തിന് ധനം നൽകിയത് എന്നും ആ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ധനമുണ്ടാവുന്ന സമയത്ത് എന്തായിരിക്കും ഭാവിയിലെ അവസ്ഥ എന്ന് ചിന്തിക്കാതെ, പേടിക്കാതെ, ഈ പേടി എന്ന് പറയുന്നത് പിശാചിട്ടരുന്നാണ്, ഇതില്ലാതെ ചെലവഴിക്കേണ്ട ഒരു മാസമാണ് റമളാൻ. ആ പേടിയില്ലാതെ നമ്മൾ ചെലവഴിക്കണം. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് ദാരിദ്ര്യം വരികയാണെങ്കിൽ, എന്തെങ്കിലുമൊക്കെ പ്രയാസം ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അള്ളാഹു അതിന് പകരമായിക്കൊണ്ട് ഫളല് നൽകും എന്നുള്ളത് ഉറച്ചു വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ചും ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ചെലവുകൾ റമളാൻ മാസത്തിൽ ഒരുപാടുണ്ടാവുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലൈറ്റും ഫാനും അതുപോലെയുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെലവുകൾ ഒരുപാടുണ്ട്. ഇതൊന്നും ആർക്കും വ്യക്തിപരമായി കിട്ടുന്ന ചെലവുകളല്ല എന്നും നമുക്കറിയാം. അതുകൊണ്ട് ഉദാരമായി നമ്മൾ സംഭാവന ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധന്യത നൽകും. ഒരു സ്വതക്കയും ധനത്തിൽ നിന്നൊന്നും കുറച്ചിട്ടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ ആ രൂപത്തിൽ ചെലവഴിക്കാൻ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിശ്വാസികൾ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള വിശ്വാസിനികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പട്ടിണി മൂലം, ദാരിദ്ര്യം മൂലം, കടങ്ങൾ മൂലം, രോഗങ്ങൾ മൂലം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ബറക്കത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പള്ളിയുമായി അതിൻ്റെ നിർമ്മാണവും പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശ്രമിച്ചിട്ടുള്ള സഹോദരൻ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെല്ലാം അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകൾ, നോമ്പ്, നമസ്കാരങ്ങൾ, തഹജ്ജുദുകൾ, തറാവീഹുകൾ എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا لا تؤاخذنا إن نسينا واخطأنا. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.